ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകും. നമ്മൾക്ക് ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിക്കുവാനുള്ള ഭാഗ്യം കർത്താവ് നൽകിയെങ്കിലും നാം ദൈവമക്കൾ ആയിത്തീരണമെങ്കിൽ നാം ദൈവാത്മാവിനാൽ നടത്തപ്പെടണം. അതുകൊണ്ടാണ് ഫിലിപ്പിയാലേഖനം 2:12 വായിക്കുന്നത്. ഫിലിപ്പിയാലേഖനം 2:12 വായിച്ചാൽ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഹല്ലേലൂയ. ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. സ്തോത്രം. നാം ഇന്ന് പകലിലും കഴിഞ്ഞ രാത്രിയിലും നമ്മൾ ചിന്തിപ്പാനിടയായി ജഡത്താൽ നടക്കുന്ന കാര്യം, ആത്മാവിനാൽ നടക്കുന്ന കാര്യം. റോമാലേഖനം 8:4 മുതൽ വായിച്ചാട്ട് ജഡത്താൽ നശിക്കുന്ന, റോമൻസ് 8:4 ഓൺവേർഡ്സ്. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും. ഇത് ദൈവസഭയിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. ദൈവസഭയ്ക്ക് എഴുതിയിരിക്കുന്നതാണ്. ദൈവസഭയിൽ 2 കൂട്ടരുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് കത്രിമേശ എടുത്ത് പോയിക്കൊള്ളുന്ന കൂട്ടത്തിൽ 2 കൂട്ടരുണ്ട്. ഒന്ന് ജഡസ്വഭാവമുള്ളവരും ഒന്ന് ആത്മസ്വഭാവമുള്ളവർ. സഭയ്ക്കുള്ള കാര്യമായി പറയുന്നത്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡപ്രസവമുള്ളവർ ശത്രുത്വമാകുന്നു, അത് ആർക്ക് കീഴ്പ്പെടുകയില്ല? ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ കഴിയുന്നതല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ ഞാൻ പറഞ്ഞില്ല, ജഡം ആരുടെ സന്തതിയാണ്? നമ്മൾ ഉൾപ്പെട്ടതായ ജഡം സാത്താന്റെ സന്തതിയാണെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ആത്മാവ് വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആത്മാവ് വന്നോ എന്നല്ല. ഇപ്പൊ നിങ്ങളൊരു വീട്ടിൽ, ഒരു തോമാച്ചൻ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബേബിക്കുട്ടി ആ വീട്ടിൽ താമസിക്കുകയാണ്. ആ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവരുടെ ഇലക്ട്രിസിറ്റി ബില്ലോ പോലീസോ വല്ലതും വന്നാൽ അദ്ദേഹമാണ് പോയി അതിന് മറുപടി നൽകുന്നത്. ഞാൻ അവരുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് വന്നെന്ന് വിചാരിച്ചാൽ, അതിഥിയായി വന്ന് താമസിക്കുക. അപ്പോൾ പോലീസുകാരൻ വന്നാൽ ഞാൻ പോകത്തില്ല, അദ്ദേഹമാണ് പോകുന്നത്. ഇലക്ട്രിസിറ്റിക്കാരൻ വന്നാലും അദ്ദേഹമാണ് പോകുന്നത്. ചുറ്റുപാടുമുള്ളവരെല്ലാം പറയും പാസ്റ്റർ ബേബിക്കുട്ടിയാണ് അവിടെ താമസിക്കുന്നതെന്ന്. കാരണം എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് ചെയ്യുന്നത്. ഞാനൊരു അതിഥി മാത്രമാണ്. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ, അല്ല ഞായറാഴ്ച ഒരു മറുഭാഷ പറഞ്ഞു, അന്യഭാഷ പറഞ്ഞതുകൊണ്ട് പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് ചെയ്യുക. വസിക്കുക എന്ന് പറഞ്ഞാൽ ഗസ്റ്റായിട്ട് അവിടെ ഇരിക്കുകയല്ല, സകല കാര്യങ്ങളും ചെയ്യുവാൻ. കാരണം പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നാം വായിക്കുന്നു യോഹന്നാന്റെ ലേഖനത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ വായിക്കുന്നു, എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കുവാൻ, നമ്മളെ നടത്തുവാൻ, നമ്മളെ പഠിപ്പിക്കുവാൻ, കർത്താവ് പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിക്കുവാൻ, പാപത്തെക്കുറിച്ച് ബോധപ്പെടുത്തുവാൻ, സകല സത്യത്തിലും വഴി നടത്തുവാൻ, ഇതിലെല്ലാം കൂടിയാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. അന്യഭാഷ പറയുന്നതിന് വേണ്ടിയല്ല. അന്യഭാഷ പറയുന്നത് ആരാധനയുടെ ഒരു ഭാഗമാണ്. നമ്മെ നടത്തുവാനാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം നമ്മൾ അങ്ങ് ചെയ്യും. എന്നാൽ പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കാതെ അങ്ങനെ പോകും. കീഴ്പോട്ട് വായിച്ചാൽ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്, വന്നിട്ടുണ്ടെങ്കിൽ എന്നല്ല. ക്രിസ്തു എങ്കിൽ
ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ, നമ്മൾ ഇന്ന് പകൽ ചിന്തിച്ചതുപോലെ ജഡത്തെ കീഴടക്കി ജീവിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും? ജീവനിൽ പ്രവേശിക്കും. അല്ലെങ്കിൽ നാം തോറ്റുപോകും. ആകയാൽ എല്ലാ ദൈവമക്കളും എല്ലായ്പ്പോഴും വളരെ ശ്രദ്ധയോടെ, അതിന്റെ 4ഉം 5ഉം വാക്യം കൂടെ ഒന്നുകൂടെ വായിച്ചാൽ, 5ആം വാക്യം വായിച്ചാൽ, 5ഉം 6ഉം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു കൺവെൻഷൻ നടത്താനാണ് തീരുമാനിച്ചാട്ട്. എല്ലാവരും കൂടെ കൂടി നമ്മൾക്ക് വടക്കഞ്ചേരിയിൽ ഒരു കൺവെൻഷൻ നടത്താം. എല്ലാവരും കൂടി തീരുമാനിച്ചു നമുക്ക് കൺവെൻഷൻ നടത്താം. ഉടനെ ജഡത്തിനുള്ളവർ എല്ലാവരും കൂടെ കൂടി ചിന്തിക്കും, നമുക്ക് പണത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യാം. എങ്ങനെയാണ് പണം ഉണ്ടാകുന്നത്? നമുക്ക് അമേരിക്കയിലുള്ള നമ്മുടെ മക്കളോട് എഴുതാം, ഗൾഫിലുള്ളവർ എഴുതാം, മറ്റവരോട് എഴുതാം, പണം വന്നു. അതുപോലെ നല്ലൊരു പ്രാസംഗികനും, അതുപോലെ നല്ലൊരു പാട്ട് പാടാൻ നല്ലൊരു കുറച്ച് എൻ്റർടൈൻ നല്ലപോലെ പാട്ട് പാടാൻ കഴിവുള്ള ഒരു കൊയറും, നല്ലൊരു സ്റ്റേജും, നല്ല സൗകര്യം, മറ്റവരുടെ യോഗത്തെക്കാൾ ഭംഗിയായിരിക്കണം. ഇതെല്ലാം ക്രമീകരിച്ചു. അതിനുശേഷം ശരി, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ രമേശ് ചെന്നിത്തലയെ വിളിച്ചു കളയാം, അല്ലെങ്കിൽ മറ്റേ ഗോപിനാഥൻ മിനിസ്റ്ററെ വിളിച്ചു കളയാം. അപ്പോൾ മിനിസ്റ്റർ വന്നു കഴിഞ്ഞാൽ പോലീസും വരും. അപ്പോൾ പബ്ലിസിറ്റി ആകും, അനേകായിരങ്ങൾ കൂടും. അപ്പോൾ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ ഗോപിനാഥൻ മിനിസ്റ്റർ, ഗോപിനാഥോ അച്യുതാനന്ദല്ല ചീഫ് മിനിസ്റ്റർ, അച്യുതാനന്ദൻ വന്ന് സ്റ്റേജിലിരിക്കുകയാണ്. നല്ല എല്ലാവരും കൂടെ പെന്തക്കോസുകാരെല്ലാം കൂടെ സ്റ്റേജിലിരിക്കുമ്പോൾ അച്യുതാനന്ദനെയൊക്കെ കണ്ടിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ, ചീഫ് മിനിസ്റ്റർ വരെ വന്നല്ലോ, ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്യുതാനന്ദൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് പന്തൽ മുഴുവനും ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ ആരാധനയും അങ്ങ് തുടങ്ങും. കണ്ടോ, യേശുവിൻ്റെ നാമത്തിൽ അച്യുതാനന്ദൻ ഹല്ലേലൂയ പറഞ്ഞു. ആ സ്റ്റേജിലിരിക്കുന്നത് ആരാണെന്നറിയാമോ? സാത്താനും ലൂസിഫറും അവൻ്റെ കൂട്ടരുമാണ്. യേശു ആ കൺവെൻഷനിൽ കാലുപോലും കുത്തത്തില്ല. ക്രൂശിൽ യാഗമായി തീർന്ന യേശു ആ കൺവെൻഷൻ എന്ത് ചെയ്യല? കാലുപോലും കുത്തത്തില്ല. വരത്തില്ല, അവൻ്റെ ഒരു ദൂതന്മാരും വരത്തില്ല. എല്ലാ ദുഷ്ടന്റെ ആത്മാക്കളെല്ലാം കൂടി നൃത്തവും ചാട്ടവും ഒക്കെ കഴിഞ്ഞ് ഒരാഴ്ചത്തെ കൺവെൻഷൻ കഴിഞ്ഞു. അയ്യോ, എത്ര വലിയ കൺവെൻഷൻ ആണെന്നറിയാമോ? 100 പേരെ സ്നാനപ്പെടുത്തുകയും ചെയ്തു. കുറച്ചു പേർക്ക് ആത്മാവും കിട്ടി. വളരെയായി. ദൈവജനമേ, വചനം അറിയാവുന്ന കേരളം ഇങ്ങനെ നശിച്ചു പോകുന്നത് കാണുമ്പോൾ ഹൃദയം തകരുകയാണ്. വചനം അറിയാവുന്ന യേശുക്രിസ്തുവിനെ പെന്തക്കോസുകാർ കിക്ക് ചെയ്തതുപോലെ വേറെ ആരും കിക്ക് ചെയ്തിട്ടില്ല, തൊഴിച്ചിട്ടുള്ളതുപോലെ. ഞാൻ ദൈവാത്മാവിൽ പറയുകയാണ്, പെന്തക്കോസ്തുകാർ യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും യഥാർത്ഥ ആത്മാവിനെ യഥാർത്ഥ മർത്തോമാക്കാരോ യാക്കോബക്കാരോ കത്തോലിക്കരോ ചെയ്തിട്ടില്ല. അങ്ങനെ പെന്തക്കോസ്തുകാർ യേശുവിനെ പിടിച്ച് കിക്ക് ചെയ്തതുപോലെ ഇന്ന് ലോകത്തിൽ കേരള പെന്തക്കോസ്തുകാർ മറ്റാരും. ഇനി എല്ലാവരും കൂടെ പരസ്യമായിട്ട് യേശുവിനെ കിക്ക് ചെയ്യാൻ പോവാ. ഡിസംബർ 22-ന് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കൂടെ പിടിച്ച് കിക്ക് ചെയ്ത് ഡിസംബർ 20-ന് തിരുവനന്തപുരത്ത് പെന്തക്കോസ് സംഗമം നടത്തി. കാരണം സമുദായത്തിൽ നമുക്കും ഒരു പേര് വേണം. നമ്മളെയും സർക്കാർ നമ്മൾ സാധാരണക്കാരല്ല. യാക്കോബിന്റെ ലേഖനം 4:4 വായിച്ചാട്ട്. യാക്കോബിന്റെ ലേഖനം 4:4. വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ഈ മഹാന്മാർ ചെയ്യുന്നത് എന്താണെന്നറിയോ? 2 പത്രോസ് 2:1-3 വരെ ഒന്ന് വായിച്ചാട്ട്. 2 പത്രോസ് 2:1-3 വരെ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ
നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. നിങ്ങളെ പാവപ്പെട്ട വിശ്വാസികളെ കച്ചവട ചരക്കുകളാക്കും. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഇതാണ്. ഒന്നും അറിയാത്ത ദൈവമക്കളെ കച്ചവട ചരക്കുകളാക്കിയിരിക്കുക. വലിയ കച്ചവടം വരുന്നു. ഡിസംബർ 22 കാളച്ചന്തയിൽ, ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, കാളച്ചന്തയിൽ പശുവിനെയും ആടിനെയും കൊണ്ട് നിർത്തിയിരിക്കുന്ന പോലെ വിശുദ്ധന്മാരെ എല്ലാം വെള്ളവസ്ത്രം ധരിപ്പിച്ച് ബൈബിളും പിടിച്ച് നിർത്തിയിരിക്കുക വിൽക്കാൻ. അച്യുതാനന്ദനും മറ്റൊരും അവിടെ വന്ന് പ്രസംഗിച്ചില്ലെങ്കിൽ നോക്കിക്കോ, അച്യുതാനന്ദ, കേരള കോൺഗ്രസ്, മറ്റുള്ള പാർട്ടികളെ, ഞങ്ങളുടെയിലും വിൽക്കാനും കുറച്ചുണ്ട്. ഇനിയും അടുത്ത പ്രാവശ്യം വരുമ്പോ ഞങ്ങളോടും ചോദിച്ചിട്ട് വേണം വല്ലതൊക്കെ ചെയ്യാൻ. ഞങ്ങള് സമുദായത്തിൽ പുറകിലൊന്നുമല്ല. ഞങ്ങൾ യാക്കോബക്കാരെക്കാളും മർത്തോമാക്കാരെക്കാളും പുറകിലൊന്നുമല്ല. ഞങ്ങളുടെ അപ്പച്ചന്മാര് നിങ്ങളെ ഈ യാക്കോബക്കാരെയും മർത്തോമാക്കാരെയും കത്തോലിക്ക വിട്ടേച്ച് വന്ന് ചെറ്റയ്ക്ക് പേരയ്ക്കകത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചെങ്കിലും ഞങ്ങൾ മിടുക്കന്മാരാണ്. ഞങ്ങളുടെ അപ്പച്ചന്മാർക്ക് തെറ്റുപറ്റിപ്പോയി. ഞങ്ങളാണ് മിടുക്കന്മാർ. നിങ്ങളെ വിൽക്കുവാൻ ഇതാ ഞങ്ങൾ ഒരുങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയി ഹല്ലേലൂയ പറയാൻ എല്ലാ ദൈവമക്കളും ഹല്ലേലൂയ പറയാൻ എന്തിന്റെ പേരില്ല? ഐക്യതയുടെ പേരിലാ പോകുന്നത്. എന്താ ഐക്യത? നമ്മൾക്ക് എല്ലാം കൂടെ കൂടി എവിടെ ഐക്യത നടത്താം? തിരുവനന്തപുരത്ത്. സഹോദര, ഐക്യത വേണം. ഐക്യതയാണ് നിന്റെ ആഗ്രഹമെങ്കിൽ നീ നടത്തുന്ന ലോക്കൽ സഭയിൽ, ഈ വടക്കാഞ്ചേരിയിലാണ് ഐക്യത വേണമെങ്കിൽ ആദ്യം വടക്കാഞ്ചേരിയിലെ IPC ചർച്ച് ഓഫ് കോഡും ബാക്കി എല്ലാവരും കൂടെ ഒന്ന് ഒരു മനസ്സാകട്ടെ. അവരൊന്ന് ഒരു മനസ്സാകട്ടെ. അത് കഴിഞ്ഞ് പാലക്കാട് ഡിസ്ട്രിക്റ്റ് ഒരു മനസ്സാകട്ടെ. ഇതങ്ങനെയല്ല. നിങ്ങളെ മുഴുവനും വിൽക്കുകയാണ്. പരിശുദ്ധാത്മ പൂർണ്ണനായി ഞാൻ പറയുകയാണ്, കേരളത്തിലെ ദൈവമക്കളെ, ഈ വഞ്ചകന്മാരാകുന്ന ലീഡേഴ്സ് അവരാരും ദൈവദാസന്മാരല്ല. അവരുടെ മേലുള്ള അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെതേ അല്ല. എത്ര തുള്ളിയാലും ചാടിയാലും പരിശുദ്ധാത്മാവിൻ്റെതല്ല, വേറൊരാത്മാവിൻ്റെതാണ്. എത്ര ഉണർവ് നടത്തിയാലും എത്ര അത്ഭുതം നടത്തിയാലും അത് വേറൊരു യേശുവാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വലിയവനായ കർത്താവ് എഴുന്നള്ളി തിരുന്ന രമേശ് ചെന്നിത്തല അടുത്തു വരാൻ ഒക്കുമോ? ദൈവത്തിന്റെ അഭിഷേകം ഉള്ള സ്ഥലത്ത് രമേശ് ചെന്നിത്തലയാകട്ടെ വലിയവനാകട്ടെ മുട്ടയിൽ അവിടെ ദൂരെ വിറച്ചുകൊണ്ടിരിക്കും. ഇത് മുഴുവനും കേരളത്തിലെ ദൈവമക്കളെ വാണിപച്ചരക്കായി വിൽക്കുക. നമ്മളും അങ്ങ് ഇരുന്ന് കൊടുക്കുക. നമ്മുടെ പാസ്റ്റർ നമ്മളെ വിറ്റോട്ടെ, സ്തോത്രം. മക്കളുടെ കല്യാണമൊക്കെ നടത്തി തരുമല്ലോ, ഗൾഫിലൊക്കെ പോകാൻ അനുകരിച്ചല്ലോ, അവിടെ ഇവിടുന്ന് കിട്ടുന്നതിന് ദശാംശം കൊടുത്താൽ മതിയല്ലോ. നരകത്തിൽ ചെന്ന് അയ്യോ എന്ന് പറയുമ്പോൾ AM ശാമുവേൽ പറഞ്ഞ കാര്യം ഓർക്കും. അന്നേരം AM ശാമുവേൽ ശെൽവം ഓഡിറ്റോറിയത്തിൽ ഇത് പറഞ്ഞതായിരുന്നല്ലോ. അന്ന് കേട്ടിട്ട് AM ശാമുവേൽ അവരോട് വൈരാഗ്യം ഉണ്ടായിട്ടാണെന്ന് പറയും. എനിക്കൊരു വൈരാഗ്യവുമില്ല. എന്നാൽ ദൈവജനത്തെ ഇങ്ങനെ വാണിപച്ചരക്കാക്കി വിൽക്കുന്നത് കാണുമ്പോൾ ഹൃദയം തകരുകയാണ്. ഇത് പരിശുദ്ധാത്മാവ് അല്ലവേ അല്ല. യേശു അവിടെ ഇല്ലവേ ഇല്ല. രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളെ ഹോവാ ഹോവാ എന്ന് പറഞ്ഞ് ആർത്താചരിക്കുന്ന ആ ദൈവത്തെ രമേശ് ചെന്നിത്തലയും മറ്റോരും ഒക്കെ വന്നിരുന്ന അയ്യോ എല്ലാരും കൂടെ നല്ല മറുഭാഷയെ അന്യഭാഷയെ രമേശ് ഹല്ലേലൂയ പറഞ്ഞു. അയ്യോ, അപ്പോഴത്തേക്ക് ജനങ്ങളെല്ലാം ഉണർന്നു. എല്ലാം ദുഷ്ടാത്മാവിന്റെ, പശുദ്ധാത്മാവിന്റെ പേര് പറഞ്ഞു വരുന്ന അശുദ്ധാത്മാവ് ഇന്ന് നടത്തുകയാണ്.
നിങ്ങൾക്കതിന് എത്ര എന്നോട് ദേഷ്യം വന്നാലും ഞാൻ ഇനി ഇത് മുഴുവൻ കേരളത്തിലും തുറന്നു പറയാൻ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ നിൽക്കാൻ പോകുന്നില്ല. എന്റെ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം വടക്കേ ഇന്ത്യയിൽ കർത്താവ് ധാരാളം ആത്മാക്കളെ എഴുന്നേൽപ്പിച്ചു. കർത്താവിന്റെ വിശ്വസ്ത ദാസന്മാർ എഴുന്നേൽപ്പിച്ചു. അവിടെ മുസ്ലിങ്ങളും സിഖുകാരും ഹിന്ദുക്കളിൽ നിന്ന് ഹിന്ദു പൂജാരിമാരും നല്ല പാസ്റ്റർമാരായി എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. ജമ്മുവിലെ പ്രധാന പാസ്റ്റർ ഹിന്ദുവിന്റെ വലിയൊരു ബ്രാഹ്മണ കുടുംബത്തിൽ വന്ന് അവരെ തലമുറയായി പൂജാരിമാരാണ്. അവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രത്തിന്റെ അവൻ അവിടുത്തെ മുഖ്യ പ്രധാന പാസ്റ്ററായിട്ട് ഒരു സഭയുടെ പ്രധാന പാസ്റ്ററായിട്ട് വികാസ് ശർമ്മ. എന്നാൽ കേരളം നശിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ ആത്മാവെന്ന് പറഞ്ഞ് പൗതീയത്തിലേക്ക് പ്രാവിന് കൊടുക്കേണ്ട തീറ്റയ്ക്ക് പകരം ഇപ്പൊ കൺവെൻഷനിലെ പന്നിയുടെയാണ് കൊടുക്കുന്നത്. പന്നിയുടേത് എന്താണ്? ഈ ലോകത്തിന്റെ പന്നിയുടെ ആഹാരം കൊടുക്കുകയാണ്. പണ്ട് ദൈവത്തിന്റെ സഭയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പ്രാവിന്റെ ആഹാരമായിരുന്നു. ഇപ്പൊ ഈ പന്നിയുടെ ഇടയിൽ പ്രാവ് കിടക്കുക. അപ്പം പ്രാവിന്റെ ഇടയ്ക്കും പന്നിയുടെ ഇടയ്ക്കും കൊണ്ടുവന്ന് ഈ കൊഴുത്തതും എല്ലാം കൂടെ ഒഴിച്ചു കഴിയുമ്പോൾ ഈ പ്രാവിന്റെ ചിറവെല്ലാം ഒട്ടിയിരിക്കുക. ഇപ്പം പ്രാവിനും പറക്കാനും മറന്നുപോയി, ഒന്നുമില്ല. ഇപ്പൊ ഈ പന്നിയുടേത് വല്ലതൊക്കെ തിന്നുകൊണ്ടിരിക്കുക ലോകത്തിന്റെ. എന്നാൽ ഇങ്ങനെ മുൻപ് അങ്ങനെയല്ലായിരുന്നു. പ്രാവിനെ പോലെ വിശുദ്ധരായി വേർപെട്ടവരായി ദൈവസന്നിധിയിൽ നിൽക്കുകയായിരുന്നു. 2 കൊരിന്തി 6:14 മുതൽ വായിച്ചാണ്. 2 കൊരിന്തി 6:14 മുതലൊന്ന് വായിച്ചാണ്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തോ ഒരു കൂട്ടായ്മ. രമേശ് ചെന്നിത്തലയാട്ട് അച്യുതാനന്ദനെ കൊണ്ടുവരുന്നത് എന്തിനാ? മാനസാന്തരപ്പെടുത്താനാണോ കൊണ്ടുവരുന്നത്? മാനസാന്തരപ്പെടുത്താനാണെങ്കിൽ അവൻ തോന്നുന്നു താഴെ അവിടെ പുല്ലിന്റെ മേലെ ഇരിക്കട്ടെ. സ്റ്റേജിൽ കൊണ്ടിരുത്തിരിക്കുക എന്തിനാ? അവിശ്വാസികളോട് എന്ത് ചെയ്യുക? ഇണയില്ലപ്പണ കൂടുകയാണ്. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തൊരു പൊരുത്തം. ക്രിസ്തുവിനും ബലിയാലിനും ഞാൻ ചോദിക്കുകയാണ്, യേശു ക്രിസ്തു ഒരു യോഗം നടത്തുക. അന്നേരം പീലാത്തോസിനെയും കയ്യാപ്പാവിനെയും ആണ് വിളിച്ചിരിക്കുന്നത് ഗസ്റ്റായിട്ട്. എങ്ങനെ ഇരിക്കും ആ യോഗം? യേശു ക്രിസ്തു യോഗം നടത്തുക. അതിന്റെ അധ്യക്ഷന്മാരാരാണ്? കയ്യാപ്പാവ് അധ്യക്ഷൻ, പീലാത്തോസ് ഉദ്ഘാടനം നടത്തുന്നവൻ. എങ്ങനെ ഇരിക്കും ആ കൺവെൻഷൻ? ഇത്രയും വഴി തെറ്റിയിട്ടും അതിന്റെ ഇടയ്ക്കിരുന്ന് സ്തോത്രം പറഞ്ഞ അല്ലേലിയ പറഞ്ഞ ആനന്ദിച്ചേട്ടിന് പോരും. ഇത്രയും വഴി തെറ്റിയിട്ടും. കീപ്പോട്ട് വായിച്ച. അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തു ഓഹരി. ആത്മീകമായ ആരാധനയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആത്മീകമായ ആരാധനയ്ക്ക് വിശ്വാസിക്കും അവിശ്വാസിയുമായിട്ട് എന്ത് ഓഹരി? ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. ദൈവത്തിന് വിഗ്രഹത്തിന് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. ദൈവസഭ എന്തെന്ന് പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? പുറപ്പാട് പുസ്തകം 25:8-9 വായിച്ചാട്ട്. പുറപ്പാട് പുസ്തകം 25:8-9. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം ഒക്കെയും തന്നെ ഉണ്ടാക്കണം. ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ എനിക്കൊന്ന് വസിക്കണം. എന്തിനാ വലിയവനായ ദൈവം ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ വസിക്കുന്നത്? ഭൂമി മുഴുവനും ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളെ ആരാധിച്ചു പോകുമ്പോൾ സത്യദൈവം ആരെന്ന് കാണിക്കുവാൻ അബ്രഹാമിൽ കൂടെ തെരഞ്ഞെടുത്ത സന്തതിയാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിനെ ദൈവം വിടുവിച്ചു കൊണ്ടുവന്നത് എന്തിനാണ്? സത്യദൈവം ഉണ്ട് എന്ന് ലോകത്തെ അറിയിക്കാൻ. മോശ യഹോവ കാണിച്ച മാതൃക പ്രകാരം തന്നെ നാം വായിക്കുന്നു.
പുറപ്പാട് പുസ്തകത്തിൽ 40-ാമത്തെ 7 പ്രാവശ്യം യഹോവ കാണിച്ചതുപോലെ തന്നെ, യഹോവ കാണിച്ചതുപോലെ തന്നെ, യഹോവ കാണിച്ചതുപോലെ തന്നെ എന്ന് പറഞ്ഞപ്പോൾ തിരുനിവാസം മുഴുവൻ തേജസ്സിനാൽ നിറഞ്ഞു. 2 പ്രാവശ്യം പർവ്വതത്തിൽ ദൈവത്തോടുകൂടെ 40 ദിവസവും കഴിച്ച മോശയ്ക്ക് പോലും അകത്ത് കടപ്പാൻ കഴിയാതെ വണ്ണം തിരുനിവാസ തേജസ് കൊണ്ട് നിറഞ്ഞിരുന്നു. അത് നിഴലായത് യഥാർത്ഥത ഇപ്പോഴത്തെ സഭ. അതാണ് എഫേസ്യർ 2:20-22 വരെ വായിച്ചാൽ. എഫേസ്യർ 2:20-22 വരെ. എഫേസ്യർ 2:20-22. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. കെട്ടിടം മുഴുവനും യുക്തമായി, വിശ്വാസികളെല്ലാവരും യുക്തമായി ചേർന്ന് ദൈവത്തിന് ആലയമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന് നിവാസമാകേണ്ടത്. എന്തിനാ? സഹോദര, വെൽഫെയർ നടത്താനല്ല, ദൈവത്തിന് നിവാസമാകേണ്ടത്. എന്തിനാ സഭ? ദൈവത്തിന് നിവാസമാണ്. ഇന്ന് ദൈവത്തിന്റെ സഭ എന്താണ്? കച്ചവടമായിരിക്കുക. മത്താച്ചന്റെ മക്ക ഒരു അമേരിക്കക്കാർ കൊണ്ടും കുറച്ച് പെണ്ണുങ്ങളെ കെട്ടിക്കും. പിന്നെ ജപ്പാൻകാരോ നോർവേക്കാരോ വന്ന് കുറച്ച് പാവപ്പെട്ടവർക്ക് അരി കൊടുക്കും. മറ്റുള്ളടത്തുനിന്ന് വന്ന് ഗൾഫിൽ നിന്ന് പറഞ്ഞ് തുണി കൊടുക്കും. എല്ലാം എന്തായി തീർന്നിരിക്കുക? ദൈവത്തിന്റെ നിവാസസ്ഥാനം വ്യാപാര കേന്ദ്രമായിരിക്കുക. ദൈവസഭ വ്യാപാര കേന്ദ്രമായിരിക്കുകയാണ്. ദൈവത്തിന് വസിക്കാനുള്ള സ്ഥലം വ്യാപാര കേന്ദ്രമായിരിക്കുക. ഞാൻ ഒരു പ്രാവശ്യം കുമ്മനാട് കൺവെൻഷനിൽ, അന്ന് KC ജോൺ എനിക്ക് തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ വർഷം ഞാൻ 7 ദിവസം പ്രസംഗിച്ചു, തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ. ഒടുവിലത്തെ ഞായറാഴ്ച യോഗത്തിനും, അന്ന് അപ്പച്ചന്മാരാ സാധാരണ ഞായറാഴ്ച യോഗത്തിന് പ്രസംഗിച്ച് ഹല്ലേലൂയ പാടി തീർക്കുന്നത്. അന്ന് പാസ്റ്റർ ചീജുമച്ചനും പാസ്റ്റർ CK ദാനിയലും എന്ന് പറഞ്ഞു, ശ്യാമലൂട്ടി നീ തന്നെ പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു, അപ്പച്ചന്മാരെ നിങ്ങളാണല്ലോ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഞാൻ അന്നേരം എന്നോട് പറയുന്നത് ഉടനെ ഞാൻ ചെന്നപ്പോൾ ഞാൻ കർത്താവ് എന്താ തോന്നുന്നു, എൻ്റെ ആലയം നിങ്ങൾ പ്രാർത്ഥനാലയം എന്ന് വിളിയും, നിങ്ങളത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. ഈ വചനം അന്ന് ഞായറാഴ്ചത്തെ ഒടുവിലത്തെ ഞായറാഴ്ച തന്നത്, ആരാധനയ്ക്ക് തന്നത്. ശനിയാഴ്ച വൈകിട്ട് വരെയും പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ആലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. അത് പ്രസംഗിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ പാസ്റ്റർ PM ബിൽ പവറുകൾ പറഞ്ഞു, ഈ പ്രാവശ്യത്തെ കുമ്മനാട് കൺവെൻഷൻ AM ശ്യാമലിന്റെ കൺവെൻഷൻ ആയിരുന്നു. ഒടുവിൽ നീ പ്രസംഗം ഞങ്ങളുടെ അപ്പച്ചന്മാരുടെ നെഞ്ചത്ത് പാറ തറയ്ക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പച്ചന്മാരുടെ നെഞ്ചത്ത് പാറ തറയ്ക്കുക. ഞാൻ പറഞ്ഞു, കർത്താവ് തന്ന ദൂത് ഞാൻ പറഞ്ഞു. പ്രിയമുള്ള ദൈവം, ചില വർഷങ്ങൾക്ക് മുൻപത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദൈവാലയം എന്തായി തീർന്നു? ഇന്ന് ബിസിനസ് കേന്ദ്രമായി തീർന്നു. യേശു അനുഗ്രഹത്തിന്റെ കൈകൊണ്ട് വരുന്ന വേറെ യേശുവാ. മറ്റേ യേശു ചാട്ടവാറെടുത്തുകൊണ്ട് വരാൻ പോവുകയാ. തെരെ അടി നടക്കും. നോക്കിക്കോളി. ഈ സഭ ഇങ്ങനെ കച്ചവടച്ചരക്കായി പോകാൻ പോകുന്നതല്ല. സഭയ്ക്കൊരു നാഥനുണ്ട്. പരിശുദ്ധാത്മാവാകുന്ന ദൈവം ശക്തിയോടെ പ്രവർത്തിച്ച് വിശുദ്ധന്മാരെ വിശുദ്ധീകരിക്കും. അഴുക്കുള്ളവനെ അഴുക്കായി നീ കിടന്നു അവിടെ. ഇതിന്റെ ഇടയ്ക്ക് ഒരു ചലനം വരാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിനാൽ അസ്ഥിയോടെ ചേരാൻ പോവുകയാണ്. ചർച്ച് ഓഫ് ഗോഡ് ആയാലും IPC ആയാലും ഷാരോൻ ആയാലും തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾ അവിടെയായി തമ്മിൽ കൂടി അവർ ആരാധിച്ച് ബലം പ്രാപിച്ചു പോകാൻ പോവുകയാണ്. അതൊരു ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയൊരു കൂട്ടം മാത്രമേ ഉള്ളൂ. ഭൂരിഭാഗവും കളയായി ആനന്ദിപ്പാൻ പോവുകയാണ്. ആയാൽ പ്രിയ ദൈവമക്കളെ, ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, ഇന്ന് സഭകളിൽ കാണുന്നത് ആത്മാവിന്റെ പ്രകടനമല്ല. ആത്മാവിന്റെ പേര് പറഞ്ഞ് ദുഷ്ടാത്മാവ് കാര്യങ്ങൾ നടത്തുകയാണ്. ദുഷ്ടാത്മാവ്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയി 22-ാം തീയതി ഡിസംബർ 22 നമ്മളെല്ലാം കൂടി നമ്മൾ ഇത്ര പേരാണ് കാണിക്കാൻ പോവുകയില്ല. ലോകത്തിൽ മറ്റുള്ള കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ലോകത്തിൽ തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ ലോകത്തിനുള്ളവരല്ല. നമ്മൾ നിന്ദിക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടവരും നിന്ന ചുമന്നുകൊണ്ട്
പാളയത്തിന് പുറത്തു പോകേണ്ടവരുമാണ്. പെന്തക്കോസുകാരെ, തിരുവനന്തപുരത്ത് പോയി പെന്തക്കോസ് സംഗമം കാണിക്കാൻ കൊണ്ടുപോകുന്ന ദുഷ്ടാത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവല്ല, ദുഷ്ടാത്മാ. പരിശുദ്ധാത്മാവിന്റെ പേര് പറഞ്ഞു വരുന്ന ദുഷ്ടാത്മാവ്. വേർപെട്ട് നിൽക്കേണ്ടിയ ദൈവജനത്തെ യേശു ക്രിസ്തുവിനെ പെന്തക്കോസുകാര് കിക്ക് ചെയ്ത പോലെ തൊഴിച്ചിട്ടുള്ളത് പോലെ കത്തോലിക്കനും ഹിന്ദുക്കളും തൊഴിച്ചിട്ടില്ല. പെന്തക്കോസുകാര് തൊഴിച്ചിട്ടുള്ളത് പോലെ യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും മറ്റാരും ചവിട്ടിയിട്ടില്ല. ഇതിന് കണക്ക് കൊടുക്കേണ്ടതായി വരും. കേരളം ഇതിന് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് വെറുതെ ഒന്നും പോകുന്ന കാര്യമല്ല. കാരണം ദൈവത്തിന്റെ സഭയാണ് വിൽപ്പന ചരക്കാക്കിയിരിക്കുന്നത്. ദൈവത്തിന്റെ സഭ. ഞാൻ എൻ്റെ ഒരു ചെറിയ ഒരു അനുഭവം പറയാം. ഒരുപാട് അനുഭവങ്ങളുണ്ട്. കുറച്ച് വർഷങ്ങൾ മുൻപ് ഗുജറാത്തിൽ കൺവെൻഷന് വേണ്ടി എന്നെ ക്ഷണിച്ചു. IPC സഭയിലെ കൺവെൻഷന് വേണ്ടി എന്നെ ക്ഷണിച്ചു. ഞാൻ അവിടെ ചെന്നു. ഞാൻ ഉച്ചയായ സമയത്താണ് ചെന്നത്. അപ്പോൾ ഞാൻ അന്നേരം പാസ്റ്ററും അവിടുത്തെ സെക്രട്ടറി ഒരു വക്കീലാണ്. അദ്ദേഹവും മലയാളികളാണ് എല്ലാവരും. അവരെല്ലാം ഇവിടുത്തെ ഗാന്ധിനഗർ സഭയിലായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ എവിടെയോ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചോറുണ്ടോണ്ടിരുന്നപ്പോൾ പാസ്റ്ററുടെ ഭാര്യയെ വേറെ 2-3 സഹോദരിമാരൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആഹാരം തന്നുകൊണ്ടിരുന്നപ്പോൾ പാസ്റ്റർ വന്നു. അപ്പോൾ പാസ്റ്റർ ഒരു വലിയ മാലയും പിടിച്ചുകൊണ്ടാണ് വന്നു. വലിയൊരു മാല നിണ്ടാന്ന് മാലയും പിടിച്ചുകൊണ്ട് വന്നു. സ്വോത്രം 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 ഹല്ലേലൂയ എന്നെ എന്നപ്പോൾ കർത്താവ് ഉടനെ പറഞ്ഞു, പാസ്റ്ററെ, നമ്മുടെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ദൈവം കേട്ടു. ഇവിടുത്തെ കോൺഗ്രസ് ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ വലത്തുകൈയായ രഞ്ജോടുഭായ് കൺട്രാക്ടർ ആണ് ഇവിടുത്തെ ഗുജറാത്ത് സ്റ്റേറ്റിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആൾ. അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ റൈറ്റ് ഹാൻഡ് ആണ്. അദ്ദേഹം നമ്മുടെ കൺവെൻഷൻ വന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് തീരുമാനിച്ചു, സമ്മതിച്ചു കഴിഞ്ഞു. നമ്മൾക്ക് അദ്ദേഹം ആ വലിയ ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വരും. അദ്ദേഹം വളരെ ബിസിയായിട്ടുള്ള വളരെ ആളാണ്. അദ്ദേഹം ചിലപ്പോൾ യോഗം തുടങ്ങി അതോ പറഞ്ഞ് ഞാനൊരു 5 മിനിറ്റ് എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി പാസ്റ്റർ നമ്മളും കൂടെ അദ്ദേഹത്തിനൊരു മാലയം ഇട്ട് കഴിഞ്ഞ് അദ്ദേഹം എന്തെങ്കിലും കുറച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പ്രസംഗിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 ദിവസം ഉപവാസം ഇരുന്നിട്ടാണ് രഞ്ജോടുഭായ് കൺട്രാക്ടർ ഇതിനെ സമ്മതിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ ഊണ് കഴിഞ്ഞ് ഇപ്പം ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ പോകുകയാണ്, നിങ്ങളിവിടെ നിങ്ങളുടെ യോഗം നടത്തിക്കാട്ടെ എന്ന് പറഞ്ഞു. അതെന്താ? ഞാൻ പറഞ്ഞു, രഞ്ജോടുഭായ് കൺട്രാക്ടർ പ്രാസംഗികൻ വന്നിട്ടുണ്ട്, നിങ്ങളുണ്ടല്ലോ, നിങ്ങളെല്ലാം കൂടെ യോഗം നടത്തിക്കാട്ടെ. അന്നേരം പറഞ്ഞു, നിങ്ങൾ ക്യാപ്റ്റനെ നോക്കിയാ വിചാരിച്ചു, നിങ്ങൾ തുറന്ന മനസ്സുള്ളവനാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചു, ഇത്ര ഇടുങ്ങിയ മനസ്സുള്ളവനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇടുങ്ങിയ മനസ്സുള്ളവനാ, അതുകൊണ്ട് ഞാൻ പോകുകയാ, നിങ്ങൾ യോഗം നടത്തിക്കുക. ഞാൻ സൂട്ട് കേസും എടുത്തിട്ട്, സൂട്ട് കേസ് ഒന്നും തുറന്നില്ലായിരുന്നു, മുറിയൊന്നും തന്നില്ല. ഞാൻ ചെന്നപ്പോൾ ആഹാരം തരുന്നു, അവർ ആഹാരം കഴിച്ചിട്ട് ഉച്ചയ സമയത്താണ് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ ഗേറ്റിന് വെളിയിലിറങ്ങി. ഇപ്പോൾ 2 പാസ്റ്ററുടെ ഭാര്യ വേറെ 2 സൗകര്യമാതിൻ്റെ സൂട്ട് കേസിന് കൂടി ഒന്ന് പിടിച്ചു. പാസ്റ്ററെ പോകരുത്. അവർ വെളിയിൽ നിന്നുകൊണ്ട് റോഡിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഈ പാസ്റ്ററെ ഇങ്ങനെ പോകാൻ അനുവദിക്കരുത്. അപ്പം പാസ്റ്ററും പുള്ളിക്കാരൻ്റെ അവിടുത്തെ സഭയുടെ പ്രധാന വക്കീലാണ് അദ്ദേഹം പല്ല് കടിച്ചുകൊണ്ട് പറയും, എന്ത് ചെയ്യുക, ഈയൊക്കെ പ്രസംഗിച്ചങ്ങ് പോയാൽ മതി, പിന്നെ കഷ്ടപ്പെടുന്നത് നമ്മളല്ലയോ. ഇദ്ദേഹം രഞ്ജോടുഭായി ഒക്കെ കണ്ടാൽ നമുക്ക് സമുദായത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ടാകുമായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രസംഗിച്ചോ. ഒടുവിൽ പറഞ്ഞു, പിന്നെ ആ സഹോദരിമാർ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഒരു കണ്ടീഷൻ, യോഗം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാമെങ്കിൽ ഞാൻ നിൽക്കാം. ഒടുവിൽ അവർ പറഞ്ഞു, ശരി. ഞാൻ പറഞ്ഞു, മാല അവിടെ കൊണ്ടുവന്നേക്കരുത്. 1. 2, രഞ്ജോടുഭായി കൺട്രാക്ടറും മറ്റവർക്ക് ഇരിക്കാൻ പാസ്റ്റർമാരും ദൈവദാസനും ഇരിക്കുന്ന തെങ്ങും സ്ഥലമല്ല, കാണികൾ മറ്റുള്ളവർ ഇരിക്കുന്നിടത്ത് പുറകിൽ സോഫ സെറ്റോ എന്തെങ്കിലും കൊണ്ടിട്ടു. സ്റ്റേജിന്റെ അടുക്കലോ അവിടെ എങ്ങും വരാൻ പാടില്ല. അദ്ദേഹം മീറ്റിങ്ങിന്റെ സമയത്ത് വരികയാണെങ്കിൽ ഞാൻ കൺട്രോൾ ചെയ്തോളാം, അതിന് സമ്മതിക്കാമോ എന്ന് ചോദിച്ചു. വളരെ ബുദ്ധിമുട്ടി പാസ്റ്റർ പറഞ്ഞു, ശരി. പിന്നെ അന്നേരം പറയാണ്, ഏതായാലും ഇയാൾ വന്നത് ഇവിടെ നശിപ്പിച്ചേച്ചേ പോകത്തുള്ളൂ, എവിടെ പോയാലും ഇവൾ അടി വാങ്ങിക്കുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്, ഇവിടെ നമുക്കത് തന്നേച്ചേ പോകത്തുള്ളൂ. ഏതായാലും അവർ സമ്മതിച്ചു. യോഗം തുടങ്ങി. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ 10-12 കാറും എല്ലാം കൂടെ വന്നു. രഞ്ജോടുഭായി കണ്ടു. ഞാൻ ഉടനെ മൈക്ക് പ്രസംഗിച്ചുകൊണ്ടിരുന്നു,
ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നത്, വേറൊരാൾ തർജ്ജമ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു ഹിന്ദിയിലേക്ക്, ഞാൻ വിശ്വസിക്കുന്നു രഞ്ജോടുബായി കൺട്രാക്ടർ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. ഇത് ദൈവത്തിന്റെ സ്ഥലമാകയാൽ അധികം ബഹളമൊന്നും ഉണ്ടാക്കാത്ത പുറകിൽ ഇട്ടിരിക്കുന്ന സോഫ സെറ്റിൽ ശാന്തമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡ് ശാന്തമായി പുറകിൽ താഴെ അവരുടെ തോക്കുകളൊന്നും പൊക്കിപ്പിടിക്കാതെ തോക്കുകളെല്ലാം താത്ത് പിടിച്ചുകൊണ്ട് അവിടെ താഴെ ഇരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവരെല്ലാം അതുപോലെ ശാന്തമായിട്ടിരുന്നു. 5 മിനിറ്റ് വേണ്ടി വന്ന രഞ്ജോടുബായി കൺട്രാക്ടറും കൂട്ടരും യോഗം കഴിയുന്നതുവരെയും അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് വന്ന് കൈകൂപ്പി എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചെറുതായിട്ടൊരു പ്രാർത്ഥിച്ചു, കൈയൊന്നും വെച്ചില്ല. പിറ്റേ ദിവസം യോഗം പാട്ട് തുടങ്ങിയപ്പോഴേ രഞ്ജോടുബായിയും കൺട്രാക്ടറും പാർട്ടിയും വന്നു. 3-ാമത്തെ ദിവസം വന്നു. 4-ാമത്തെ ദിവസം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അന്നും വന്നു, കൈപൊക്കി. 5-ാമത്തെ ദിവസം സ്നാനപ്പെടാൻ ആരുണ്ടെന്ന് പറഞ്ഞപ്പം എഴുന്നേറ്റ് ആദ്യം വന്ന് രഞ്ജോടുബായി കൺട്രാക്ടർ 70 വയസ്സുള്ളവന്. പുള്ളിക്കാരൻ ആദ്യം എഴുന്നേറ്റ് മുമ്പിൽ വന്ന് അതിൻ്റെ കൂടെ 22 പേരെ ഒന്നിച്ച് ഞാൻ സ്നാനപ്പെടുത്തി. ഞാൻ ഞായറാഴ്ച സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ രഞ്ജോടുബായി കൺട്രാക്ടർ പറയാണ്, എൻ്റെ വീട്ടിൽ ഒരു യോഗം നടത്തണേ. അന്ന് ഞായറാഴ്ച വൈകിട്ട് യോഗമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തിങ്കളാഴ്ച വെളുപ്പിനാ പോകേണ്ടത്. അപ്പോൾ അവിടെ പോയി അന്ന് വൈകിട്ട് ചെന്നപ്പോൾ ഏകദേശം 2000-ഓളം അധികം ആളുകളുണ്ട്. അദ്ദേഹത്തിന് വലിയൊരു കൊട്ടാരമാണ്. ആ കൊട്ടാരത്തെ 2-ാമത്തെ നിലയിൽ മഹാത്മാഗാന്ധി വന്ന് വിശ്രമിച്ച മുറി അതുപോലെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. അവിടുത്തെ ആ മഹാത്മാഗാന്ധി വന്ന് കിടന്ന കട്ടിലും തലേണയും എല്ലാം അതുപോലെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വന്ന ജനത്തോട് ഏകദേശം 2000-ഓളം ആളുകളുണ്ടായിരുന്നു. അവരോട് സുവിശേഷം പറയാനിടയായി. അത് കഴിഞ്ഞ് ഞാൻ ജമ്മുവിൽ വന്നപ്പോൾ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ, കേന്ദ്രത്തിലേക്ക് ഫിനാൻസ് മിനിസ്റ്റർ ഗുജറാത്തിലെ ആളായിരുന്നു. അദ്ദേഹം എഴുതി, സിംഹം പോലായിരുന്ന അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡിലാണ് എഴുതിയത്, മിനിസ്ട്രിയുടെ ലെറ്റർ പാഡിൽ, ഈ രഞ്ജോടുബായി കൺട്രാക്ടർ ഇങ്ങനെ ആയത് എങ്ങനെ എന്ന് പറഞ്ഞ് എഴുതുവാനിടയായി. ഒടുവിൽ പിന്നെ രഞ്ജോടുബായി കൺട്രാക്ടർ പറഞ്ഞു, ഇന്ദിരാഗാന്ധിയോട് സുവിശേഷം പറയാൻ ഞാൻ പറഞ്ഞു, ഇന്ദിരാഗാന്ധി നിങ്ങളെ കാണാനിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഡൽഹിയിൽ വന്നാൽ. ഞാൻ പറഞ്ഞു, അപ്പോൾ ചോദിച്ചു എത്ര മിനിറ്റ് സമയം കിട്ടും? ഡൽഹിയിൽ 15 മിനിറ്റ്. ഞാൻ പറഞ്ഞു, 15 മിനിറ്റ് കൊണ്ട് ഇത് നടക്കുന്ന കാര്യമല്ല, കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും സുവിശേഷം പറയുവാൻ എനിക്ക് സമയം വേണം. അപ്പോൾ അവർ പറഞ്ഞു, ഒന്നുകിൽ ഗുജറാത്തിലോ അല്ലെ ജമ്മു കാശ്മീരിലോ വരുമ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അതിൻ്റെ പിറ്റേ മാസം ഞാൻ ബോംബെയിൽ യോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നതായിട്ട് അറിയുവാനിടയായത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, രഞ്ജോടുബായി കൺട്രാക്ടർ അവസാനം വരെയും വിശ്വാസിയായി തന്നെ മുൻപോട്ട് പോകാനിടയായി. കർത്താവിന് സ്തോത്രം. എൻ്റെ മിടുക്കല്ല, ഞാൻ ആരെ മാനിച്ചു? എൻ്റെ ദൈവത്തെ മാനിച്ചപ്പോൾ 5 മിനിറ്റിന് വന്ന രഞ്ജോടുബായി കൺട്രാക്ടർ ആ യോഗം മുഴുവൻ എല്ലാ യോഗത്തിനും വന്നു സ്നാനപ്പെട്ടു പോകുവാനിടയായി. പിന്നെ പാസ്റ്ററും സെക്രട്ടറി എല്ലാവരും വന്ന് എൻ്റെ കാല് പിടിച്ച് ക്ഷമ ചോദിച്ചു, പാസ്റ്ററെ ഞങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത്, ഇപ്പോഴാണ് ഞങ്ങൾക്ക് യഥാർത്ഥം മനസ്സിലായത്, ഇത് കഥയല്ല നടന്നത്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ അല്പം പോലും പഠിപ്പില്ലാത്തവരാണെങ്കിലും നമ്മുടെ മേൽ അഭിഷേകം ചെയ്തിരിക്കുന്നവൻ നമ്മുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, പെട്ടകം കൊണ്ട് ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചപ്പോ പെട്ടകം കമിണ് വീണ, പെട്ടകത്തിന് മുമ്പിൽ വിഗ്രഹങ്ങൾ കമിണ് വീണെങ്കിൽ, ഇസ്രായേലിൽ നിന്ന് പിടിക്കപ്പെട്ട പെട്ടകം കൊണ്ട് ഫെലിസ്തീർ കൊണ്ട് ദേവന്റെ ദാഗോന്റെ ക്ഷേത്രത്തിലേക്ക് വെച്ചപ്പോൾ ആ പെട്ടകത്തിന് മുൻപിൽ ആ ദൈവങ്ങൾ വീണെങ്കിൽ, പെന്തക്കോസ്തുകാരെ യേശുവിനെ ഇത്രയും തൊഴിക്കരുതേ. റോമാക്കാര് തുപ്പിയതിനേക്കാൾ കൂടുതലാണ് ഇന്ന് പെന്തക്കോസ്തുകാർ യേശുവിനെ തുപ്പുന്നത്. അവർക്ക് മറ്റേ യേശു മതി, യഥാർത്ഥ യേശു വേണ്ട. ആത്മാവിൽ ജീവിപ്പാൻ, ആത്മീയമായി നടക്കുവാൻ. അതുകൊണ്ട് ആരാ ദൈവമക്കൾ എന്ന് പറയുന്നത്? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ദൈവമക്കൾ. ഇപ്പോൾ നമ്മളെ ആത്മാവിനെ അനുസരിച്ച് നടത്തുവാൻ ദൈവം ചെയ്ത പരിപാടി എന്താണ്? അതോട് പെട്ടെന്നൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 4:1-7 വരെ വായിച്ചാൽ. ഗലാത്യ ലേഖനം 4:1-7 വരെ. അവകാശി സർവ്വത്തിന് യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല.
പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും വിചാരകന്മാർക്കും കീഴ്പ്പെട്ടവൻ അത്ര എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. ദൈവമക്കളെ, ആത്മാവിനെ അനുസരിച്ച് നമ്മൾക്ക് നടക്കുവാൻ പ്രാപ്തിയാകുന്നത് വരെ നമ്മെ നടത്തുവാൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ ഒരു ട്യൂട്ടറിനെ പോലെ അയച്ചിരിക്കുക. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും. ആർക്ക്? രക്ഷകന്മാർക്കും രക്ഷകന്മാർക്കും ഗൃഹവിചാരന്മാർക്കും. ഉദാഹരണമായി കർത്താവിന്റെ ദാസൻ ജോർജ് വർഗീസ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ അവന് ഈ മൊബൈൽ എടുത്ത്, അല്ലെങ്കിൽ വിചാരിച്ചാട്ട് അദ്ദേഹത്തിന് ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടെന്ന് വിചാരിച്ചാട്ട്, അപ്പൊ കൊച്ചുമകന് മോട്ടോർ സൈക്കിളിൽ കിടന്നൊന്ന് കറക്കുന്നൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹം എവിടേക്കെങ്കിലും പോകുമ്പോൾ ആ വീട്ടിൽ ആരെങ്കിലും ആക്കിയിട്ടുണ്ട്, അവരോട് പറയും, മോനോട് പറയണം അത് തുടരുതെന്ന് പറയണം, അവർ തുടരുതെന്ന് പറയണം. എന്നാൽ പുള്ളിക്കാരൻ്റെ മകൻ ഒരു 20 വയസ്സായി, അല്ലെ 18-20 വയസ്സായെങ്കിൽ എന്തു ചെയ്യും? ലൈസൻസ് ഒക്കെ എടുത്തു കൊടുത്ത ശേഷം പറയും, മോനെ ഞാൻ ഇന്നടുത്ത് പോവുകയാണ്, താക്കോൽ ഇവിടെ കിടപ്പുണ്ട്, കീ ഇവിടെ കിടപ്പുണ്ട്, നീ എടുത്ത് മോട്ടോർ സൈക്കിൾ എടുത്തുകൊണ്ട് പൊയ്ക്കോണം. എന്താണ്? പ്രായമായി. അതുപോലെ നമ്മെ പ്രായമാക്കുവാനാണ് പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മുടെ കൂടെ നടക്കുന്നത്. നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിവില്ലാത്തത് ചെയ്യിക്കാൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മോട് കൂടെ നടക്കുകയാണ്. ഓരോ കാര്യങ്ങൾക്കും സഹായിയായിരിക്കാൻ, എല്ലായ്പ്പോഴും സഹായിപ്പാൻ, എല്ലാം ഉപദേശിച്ചു തരാൻ പരിശുദ്ധാത്മാവിന്റെ ദൈവം എന്തിനാ നടക്കുന്നത്? ഒന്ന് വായിച്ചെടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 14:16-17 വായിച്ചാൽ. യോഹന്നാന്റെ സുവിശേഷം 14:16-17. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന്. എപ്പോഴും നിങ്ങളോട്. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം ചെയ്യുവാനുള്ളവൻ, കംഫോർട്ടർ, നമ്മുടെ നടത്തിപ്പുകാരൻ. എലിയസർ പോയിട്ട് റിബേക്കയെ കൊണ്ടുവരുമ്പോൾ റിബേക്കയുടെ എല്ലാ കാര്യവും ചെയ്യുന്ന ആരാണ്? എലിയാസാറാണ്. അതുപോലെ ദൈവ പൈതലേ, നിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ എല്ലായ്പ്പോഴും കൂടെ ഇരുപ്പാൻ ആര് വന്നിട്ടുണ്ട്? പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ 14:26 വായിച്ചാൽ, എങ്കിലും എന്റെ പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സകലവും ഉപദേശിച്ചാലും ഞാൻ പറഞ്ഞു ഓർമ്മപ്പെടുത്തുകയും. അപ്പോൾ എപ്പോഴും കൂടെ ഇരിക്കും, സഹായകനാണ്, സകലവും ഉപദേശിച്ചു തരും, ഞാൻ പറഞ്ഞു നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഇനി 16:7 വായിച്ചാൽ, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്നു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം. അപ്പൊ 4-ാമത് എന്താണ്? 5-ാമത് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റാണ് എന്ന് നമ്മുടെ മനസ്സാക്ഷിയോട് പറയും, തെറ്റാണ്, ഇത് തെറ്റാണ് പറയും. ഇനിയും 6-ാമത്തേത് അതിന്റെ 13-ാം വാക്യം 16-13 വായിച്ചാൽ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും വഴി നടത്തും. നമ്മുടെ ബുദ്ധിയല്ല വേണ്ടിയത്, പരിശുദ്ധാത്മാവാകുന്ന ദൈവം സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ശ്രദ്ധിക്കണേ, പരിശുദ്ധാത്മാ സ്വന്തം ഇഷ്ടത്തിലുള്ള പിതാവിനോട് ചോദിച്ചിട്ടാ പിതാവിന്റേതാ പറയുന്ന പുത്രനും പരിശുദ്ധാത്മാവ് 3 ഒന്നാണ്. ദൈവഹിതപ്രകാരം നമ്മളോട് പറയും. പിന്നെ വരുവാനുള്ളത് നമുക്ക് ഉപദേശിക്കും. ഞാൻ പറയാമല്ലോ, എന്റെ ജീവിതത്തിൽ അനേക അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്, ഒത്തിരി പ്രാവശ്യം അത്യാഹിതങ്ങൾ വന്നിട്ടുണ്ട്. അന്നെല്ലാം
പരിശുദ്ധാത്മാവ് രാവിലെയോ ഉച്ചയ്ക്കോ സംഭവം നടക്കുന്നതിന് കുറച്ച് നേരത്തെ മുൻപേ ഒരു അഡ്വാൻസ് വാർണിംഗ് തരും. അതെങ്ങനെ ആക്സിഡന്റ് ഉണ്ടാകുന്നതെന്നല്ല കാണിക്കുന്നത്, ഏതോ ഒന്ന് നടക്കാൻ പോവുകയാണ് എന്നൊരു വാർണിംഗ് എന്നെ തന്നെ ഒന്ന് ഒരുക്കി വെക്കും. അപ്പോൾ ഒരു കാര്യവും സർപ്രൈസ് അല്ല, പെട്ടെന്നല്ല, ഏതോ ഒന്ന് വരാൻ പോകുന്നുണ്ട്, ഏതൊരു കുഴപ്പം വരാൻ പോകുന്നുണ്ട്, ഏതൊരു കൊടുങ്കാറ്റ് വരാൻ പോകുന്നുണ്ട് എന്ന് പരിശുദ്ധാത്മാവെന്ന് ദൈവം എന്ത് ചെയ്യും? ഓർപ്പിച്ചു തരും. അപ്പൊ എത്ര കാര്യങ്ങളാണ് പരിശുദ്ധാത്മ ചെയ്യുന്നത്? കാര്യസ്ഥനായ എപ്പോഴും കാര്യസ്ഥനായിരിക്കും, കൂട്ടിരിക്കും. നമ്മൾ കാര്യസ്ഥനെ കിട്ടിയാൽ കാര്യസ്ഥന നീ അവിടെ ഇരുന്നോ. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നമ്മുടെ എല്ലാ കാര്യം ചെയ്ത് ഞായറാഴ്ച രാവിലെ 2 കൊണ്ട് കൈ കൊട്ടുമ്പം പറയും, കാര്യസ്ഥ വന്നേ 2 അന്യഭാഷ പറഞ്ഞേ. ഈ അന്യഭാഷ പറയാനല്ല കാര്യസ്ഥൻ വന്നിരിക്കുന്നത്. കാര്യസ്ഥൻ വന്നത് നടത്താൻ, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, എപ്പോഴും കൂടെ ഇരിക്കാൻ, കിച്ചണിലും കുളിക്കുമ്പോഴും നടത്തുമ്പോഴും എല്ലായ്പ്പോഴും കൂടെ ഇരിക്കാൻ, എപ്പോഴും കൂടെ ഇരിക്കാൻ, സകലതും ഉപദേശിച്ചു തരാൻ, കർത്താവ് പറഞ്ഞത് ഓർമ്മിപ്പിക്കുവാൻ എല്ലായ്പ്പോഴും. ഞാൻ ഒരു പ്രാവശ്യം അത് പരിശുദ്ധാത്മാവ് സഹായിച്ച ഒരു കാര്യം പറയട്ടെ. ഞാൻ അമേരിക്ക ന്യൂയോർക്കിൽ യോഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ UNOക്കാരെല്ലാം കൂടെ പറഞ്ഞു, UNOയിലുള്ള ചിലരെല്ലാം കൂടെ പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ വന്ന് ഒരു പ്രാർത്ഥന നടത്തണം. അപ്പോൾ മലയാളികൾ അതിന് മുൻകൈ എടുത്തപ്പോൾ അവിടെ മറ്റുള്ള എല്ലാവരും ഉണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ 2-2.5 മണിക്കൂർ നിങ്ങളോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, പിന്നെ നിങ്ങളോട് പ്രസംഗിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി കർത്താവിന്. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അവിടെ UNOയുടെ എല്ലാ വലിയ അവരുടെ ഈ സെക്രട്ടറി ജനറൽ ഇരിക്കുന്നതും മറ്റേത് അവരുടെ അംബാസിഡേഴ്സ് ഇരിക്കുന്ന സ്ഥലങ്ങളെല്ലാം അവിടെ കോൺഫറൻസ് നടത്തി സ്ഥലങ്ങളെല്ലാം കാണിച്ചു. പിന്നെ ഒരു ചെറിയ കോൺഫറൻസ് റൂമിൽ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു കോൺഫറൻസ് റൂമിൽ കൊണ്ടുപോയി. അവിടെ നടുക്ക് എനിക്കൊരു കസേര ഇട്ടു, ഒരു കറങ്ങുന്ന കസേര ഇട്ടിട്ട് അതിൻ്റെ 4 വശത്തും ഇതുപോലെ വീഡിയോ ക്യാമറയും വെച്ചിട്ട് അവരെല്ലാം ചുറ്റുമിരിക്കുക. അനവധി രാജ്യക്കാരാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഓരോരോ ചിലർ സയൻസിന്റെ ചോദിക്കുന്നു, ചിലർ മറ്റേത് ചോദിക്കുന്നു, ചിലർ ഓരോന്ന് ചോദിക്കുന്നു. ഇങ്ങനെ ഒരു 2-2.5 മണിക്കൂറോളം അവർ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എല്ലാം അതത് സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ, ഞാൻ നേരത്തെ ചിന്തിച്ചിരുന്നത് ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നതല്ല, അതത് സമയത്ത് ശരിയായി ഉത്തരം തന്നു. ഒടുവിൽ അവരുടെ ഒരു ലീഡർ പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഒരുപാട് നിയമങ്ങളൊക്കെ പാസ്സാക്കുന്നു, ആ പാസ്സാക്കുന്ന നിങ്ങൾ കുറച്ച് രാജ്യങ്ങൾ അംഗീകരിക്കുന്നു, കുറച്ച് രാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല, അതെന്താ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ഇതുവരെ വന്നിട്ടില്ല, സെക്രട്ടറി ജനറൽ ആയിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് വന്നാൽ പിന്നെ എല്ലാ രാജ്യങ്ങളും അത് അംഗീകരിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് പ്രസിഡന്റ്, അതാ ഞാൻ പറഞ്ഞു ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു വരുമ്പോൾ. ഇത് കേട്ടപ്പോൾ അവരങ്ങ് ഞെട്ടി. ഉടനെ പറഞ്ഞു, ഇനി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു. അന്ന് പലരും രക്ഷിക്കപ്പെട്ടു. ഇന്ന് അവിടെ ഒരു സഭയുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും കഴിഞ്ഞ വർഷം ചെന്നപ്പോഴും അവർ ചിലർ വന്ന് വിളിച്ചു, അന്ന് വന്ന് നിങ്ങൾ ആരംഭിച്ച് ആ പുറത്തുനിന്നൊരു സഭയായി അവിടെ നടക്കുന്നു, പല ഭാഷക്കാർ കൂടി ആരാധിക്കുന്നു, കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി തരണമേ. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോൾ സമയമില്ല, പോകാനിടയാ. ഞാൻ പറഞ്ഞത്, എത്ര വലിയ പ്രയാസങ്ങളായാലും സമയത്ത് എന്ത് ചെയ്യാൻ, പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? തക്ക സമയത്ത് നമ്മളെ എന്ത് ചെയ്യും? സഹായിക്കാൻ. ഞാൻ ഒന്നും കണക്ക് കൂട്ടിയല്ല പോയത്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാൻ എപ്പോഴും കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് സഹായിക്കാം, ബിസിനസ്സിലും പരിശുദ്ധാത്മാവ് സഹായിക്കും, കറി വെക്കുന്ന നേരത്തും പരിശുദ്ധാത്മാവ് സഹായിക്കും, അരി ഞുള്ളി പറക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സഹായിക്കും, തുണി നനയ്ക്കുമ്പോഴും പരിശുദ്ധാത്മാവ് സഹായിക്കും. എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ സഹായം വരികയാണ്. പിന്നെ ഓർത്ത് വന്ന് സ്തോത്രം സ്തോത്രം, കറി വയ്ക്കുമ്പോഴും അടുക്കളയിൽ നിന്ന് സ്തോത്രം, അരി പാറ്റുമ്പോഴും സ്തോത്രം, വണ്ടി ഓടിക്കുമ്പോഴും സ്തോത്രം, ഹല്ലേലൂയ, അങ്ങനെ കൃഷി ചെയ്യുമ്പോഴും സ്തോത്രം, ബിസിനസ് വണ്ടിയിൽ ഇരിക്കുമ്പോഴും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണ് ആത്മാവിൻ ജീവിതം. അങ്ങനെ എപ്പോഴും കൂടിരുന്ന് നടത്താൻ ആ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെയുള്ളത്. സ്തോത്രം. ഏറ്റവും പ്രയാസകരമായ സമയത്തും പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുവാൻ മതിയായവനുണ്ട്. അതുകൊണ്ട് ഞായറാഴ്ച മാത്രമല്ല, തിങ്കളാഴ്ച മുതൽ എല്ലായ്പ്പോഴും അങ്ങനെ നമ്മൾ ആത്മാവിനാൽ നടത്തപ്പെടണം. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലർ 1:8 വായിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് എന്ത് നൽകും? 1:8. എന്നാൽ ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലെ യഹൂദയിലും ഭൂമിയിലൊക്കെയും എന്റെ സാക്ഷികൾ. ഈ ശക്തി എവിടുന്നാ വരുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 24:49 വായിച്ചാട്ട്. 24:49.
എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ഉയരത്തിൽ നിന്നുള്ള ശക്തി. ഹല്ലേലൂയ. ഈ ശക്തി പ്രാപിച്ചാണ് സാത്താന്റെ സകല കോട്ടകളെയും ഈ സമ്മന്തി ഇടിക്കുന്ന പോലെ ഇടിക്കണം. ഈ സാത്താന്റെ ശക്തി എത്ര വലുതായാലും ഈ കൊതുകിനെ ഇങ്ങനെ ഇത് ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ നമ്മൾ ശക്തന്മാരായിത്തീരണം. അതിനുവേണ്ടിയാ അവരോട് സാത്താന്റെ ശക്തിയോട് കൈ കൊടുത്ത് നിൽക്കാനല്ല, സാത്താന്റെ ശക്തിയിൽ എത്ര വലുതായാൽ. ഞങ്ങൾ അതുകൊണ്ടായി ഈ മുസ്ലിങ്ങളെയൊക്കെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന മുമ്പേ അവരുടെ മോസ്കിനകത്തെല്ലാം പോയി ഒത്തിരി പ്രാർത്ഥിക്കും. എൻ്റെ ഭാര്യയും മകളെയും എല്ലാം കൂടെ അവിടെ അതിനകത്ത് കയറണമെങ്കിൽ ഈ വള്ളവസ്ത്രം ഒന്നും ധരിച്ചുകൊണ്ട് നോക്കിയില്ല, കറുത്ത അവരുടെ എന്തുവാ ബുർഖ അത് ഇടിയിച്ചാ ഇവരെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ സാധാരണ വസ്ത്രം. അവിടെ ചെന്നെല്ലാം അവിടെ ഇരുന്ന് പ്രാർത്ഥനയാ. എവിടെയാ പ്രാർത്ഥിക്കുന്നത്? ശത്രുവിന്റെ എല്ലാ കോട്ടയും തകർക്കുവാൻ. അങ്ങനെയാ മുസ്ലിങ്ങളെ കർത്താവിന്റെ മുസ്ലിം പള്ളി പ്രസംഗിക്കുന്നവൻ കർത്താവിന്റെ വേലക്കാരനാണ്. ജമ്മു കാശ്മീർ, ശ്രീനഗർ. ഹല്ലേലൂയ. സകല കോട്ടകളും തകർത്ത് പെന്തക്കോസുകാർ പോയി സംഗമം നടത്തിയല്ല, ആത്മാവിന്റെ ബലത്തോടെ കേരളത്തെ ഭരിക്കുന്ന അന്ധകാര ശക്തിയെ മുട്ടുകുത്തിക്കണം. ആത്മാവിൽ സംഗമം നടത്തി ദൈവസഭയെ വിൽക്കാനല്ല. സംഗമം നടക്കി വിൽക്കുന്നവരുടെ മേൽ ഭയങ്കര ന്യായവിധി വരുവാൻ പോകുകയാണ്. ഭയങ്കര ന്യായവിധി. സാധാരണ ന്യായവിധിയല്ല. കാരണം ദൈവസഭയെ വിറ്റ് 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 സ്ഥാനവും മാനവും എല്ലാം വാങ്ങി ദൈവസഭ ദൈവമക്കൾ ഇരുന്നു കൊടുക്കുക. വിറ്റോ, ഞങ്ങളെ എത്ര വേണേലും വിറ്റോളിൻ, ഞങ്ങളുടെ മക്കളുടെ കല്യാണം നടത്തി തന്നാ മതി. ദൈവമക്കളെ, ശക്തന്മാരായി എഴുന്നേറ്റ് നിങ്ങൾ മുൻപോട്ട് പോകുന്നില്ല എങ്കിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് RSSകാര്, നിങ്ങൾക്കറിയാമോ, RSSകാര് ശിവസേനക്കാരും രക്ഷിക്കപ്പെട്ട് ബജരംഗം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ വേലക്കാരായിട്ടുണ്ട്. ഓർത്തുകൊള്ളണം. മുസ്ലിങ്ങളായിട്ടുണ്ട്, സിഖുകാരായിട്ടുണ്ട്. അവര് കേരളത്തിൽ വന്ന് പ്രസംഗിക്കും, അവരടിമേടിക്കും. അടിമേടിച്ച് കേരളത്തിലെ ശക്തികളെ പിടിച്ച് കുലുക്കി വെക്കും അവർ. നിങ്ങൾ ഒരുങ്ങിയില്ലെങ്കിൽ, നിങ്ങൾ ഒരുങ്ങിയാൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയും. ഒരു വർഷത്തെ കേരളത്തിൽ നിന്ന് അനേക വിശുദ്ധന്മാർ പാകിസ്ഥാൻ, ഇന്ത്യയും പാകിസ്ഥാൻ ഇരിക്കുമ്പോൾ ലാഹോർ വരെയും കേരളക്കാർ പോയി സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നെന്താ, നമുക്കിവിടെ വലിയ കൺവെൻഷൻ നടത്താം, വലിയ നൃത്തവും ഡാൻസും നടത്താം, നമ്മുടെ പാർട്ടി നടത്താം, നമുക്ക് പെന്തക്കോ സംഗമം നടത്താം, നമ്മൾ വലിയ ആളുകളെന്ന് കാണിക്കാം. ന്യായവിധി, ഭയങ്കര ന്യായവിധി വരുന്നു. നിങ്ങളുടെ തൊഴി കൊണ്ടുകൊണ്ട് കർത്താവ് സഹിക്കാൻ വയ്യാതായി. പെന്തക്കോസുകാരുടെ തൊഴി കൊണ്ടുകൊണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ആത്മാവിനാൽ നടത്തപ്പെടാൻ എത്ര പേര് ഒരുങ്ങും? കർത്താവേ, മോശ വിളിച്ചതുപോലെ ഇന്ന് ഞാൻ വിളിക്കുകയാണ്. ആരോ ജനത്തെ അഴിച്ചുവിട്ടു. അവര് കാളക്കിടാവാകുന്ന സംഘടനയെ പൊക്കി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ യഹോവയുടെ പക്ഷത്തുള്ളവരാര്? ഞാൻ ഈ കൂടിയ ചെറിയ കൂട്ടത്തോട് ചോദിക്കുകയാണ്, യഹോവയുടെ പക്ഷത്തുള്ളവൻ ആര്? ഞങ്ങൾക്ക് ഇങ്ങനെയൊരു മീറ്റിംഗ്